കഴിവുണ്ടെങ്കിൽ അവസരങ്ങൾ തേടി വരും. ആത്മവിശ്വാസമുണ്ടെങ്കിൽ ചരിത്രം സൃഷ്ടിക്കാൻ. നിങ്ങൾക്ക് കഴിവുണ്ടോ? ആ കഴിവിൽ ആത്മവിശ്വാസമുണ്ടോ? ലോക നിലവാരത്തിൽ ചിന്തിക്കാനും ഇന്ത്യയിൽ നിന്ന് തന്നെ പരിഹാരങ്ങൾ സൃഷ്ടിക്കാനും കഴിയുമോ? എങ്കിൽ നിങ്ങളുടെ കഴിവുകൾക്ക് അവസരം നൽകാൻ ഇന്ന് ഇന്ത്യയിലെ പുതിയ സാങ്കേതിക അന്തരീക്ഷം തയ്യാറാകുകയാണ്. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉയർന്നു വന്ന ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഭീമൻ സോഹോ. ഒരു ചെറിയ സംരംഭമായി തുടങ്ങിയ ഒരു ഇന്ത്യൻ ടെക് കമ്പനി ഇന്ന് ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്ന നിലയിലേക്ക് വളർന്നു. ഈ യാത്ര പറയുന്നത് ഒരു വലിയ സന്ദേശമാണ്. കഴിവും കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ ലോക നിലവാരത്തിലുള്ള സാങ്കേതിക ശക്തി സൃഷ്ടിക്കാം. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ശ്രദ്ധ ലഭിക്കുന്ന മേഖലകളിൽ ഒന്നാണ് തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ വികസനം. സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വവും വിശ്വസനീയവുമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ ആവശ്യമാണ്. ഇതിനായി ഇന്ത്യയിൽ നിന്ന് തന്നെ വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പരിഹാരങ്ങൾ എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം ലഭിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ ടെക് കമ്പനികൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും പുതിയ അവസരങ്ങൾ തുറക്കുന്നു. സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: ഒന്നാമതായി, സുരക്ഷിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ. സൈനിക വിവരങ്ങളുടെ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിദേശ സാങ്കേതിക വിദ്യകളിൽ ആശ്രയം കുറച്ച് ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുന്ന സുരക്ഷിത ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് ലക്ഷ്യം. രണ്ടാമതായി, ഗവേഷണവും വികസനവും. R&D. ഭാവിയിലെ യുദ്ധങ്ങളും സുരക്ഷാ വെല്ലുവിളികളും സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ അനാലിസിസ്, സൈബർ സുരക്ഷ, ഓട്ടോമേഷൻ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണ്. മൂന്നാമതായി, സാങ്കേതിക വൈദഗ്ധ്യം. ഭാവിയിലെ സൈനിക ശക്തി ആയുധങ്ങളിൽ മാത്രമല്ല, വിവര സാങ്കേതിക വിദ്യയിലും ഡിജിറ്റൽ കഴിവുകളിലും ആയിരിക്കും. അതുകൊണ്ട് സൈനികർക്ക് പുതിയ സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകുകയും ഡിജിറ്റൽ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. സോഹോയുടെ വളർച്ച ഒരു കമ്പനിയുടെ വിജയകഥ മാത്രമല്ല, ഇത് ഇന്ത്യയിലെ യുവ സംരംഭകർക്ക് ഒരു പ്രചോദനമാണ്. ലോകത്തിലെ വലിയ ടെക് കമ്പനികളോട് മത്സരിക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികൾക്കും കഴിയുമെന്നതിന് ഉദാഹരണമാണിത്. വലിയ നഗരങ്ങളിൽ മാത്രമല്ല, ചെറിയ പട്ടണങ്ങളിൽ നിന്നുള്ള പ്രതിഭകൾക്കും ലോകം കീഴടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇത്തരം വിജയങ്ങൾ നൽകുന്നത്. ഇന്ത്യയുടെ ലക്ഷ്യം വെറും ഉപഭോഗ രാജ്യമാകുക എന്നല്ല, സ്വന്തമായി സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന, ലോകത്തിന് പരിഹാരങ്ങൾ നൽകുന്ന ഒരു ശക്തമായ രാജ്യമാകുക എന്നതാണ്. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന്റെ അടിസ്ഥാനവും ഇതാണ്. സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. ഒരു രാജ്യത്തിന്റെ ശക്തി അതിന്റെ പ്രകൃതി വിഭവങ്ങളിൽ മാത്രമല്ല, അതിന്റെ ജനങ്ങളുടെ കഴിവിലും ചിന്താശേഷിയിലും സൃഷ്ടിപരമായ ശക്തിയിലുമാണ്. സോഹോ പോലുള്ള ഇന്ത്യൻ കമ്പനികൾ നൽകുന്ന സന്ദേശം ഇതാണ്: ഉത്തിഷ്ഠിത, ജാഗ്രത, രാഷ്ട്ര നിർമ്മാണത്തിനായി മുന്നോട്ട് പോകാം.